അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ മതത്തിൻ്റെ പ്രബോധന വേളകളിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുവർത്തിച്ച ശൈലിയും കരുണയുടേതാണ്. എല്ലാവരോടും കരുണ കാണിച്ചു. ഖുറൈശികളിൽ ഏറ്റവും അത്യുന്നതനായ ഒരു മനുഷ്യൻ, അറബികൾക്കിടയിൽ അന്ന് മനുഷ്യത്വം തീരെയില്ലാത്ത കാലത്ത്, അടിമകളെ മനുഷ്യരായി പോലും കാണാത്ത കാലത്ത് അടിമകളായ മനുഷ്യരോടൊപ്പം നടന്നു. ചരിത്രം വായിക്കുമ്പോൾ നമ്മയൊക്കെയും ആ വർത്തമാനം അത്ഭുതപ്പെടുത്തും. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമ്മുടെയൊക്കെയും മുമ്പിലുള്ള എക്സലന്റ് എക്സംപ്ലറിയാണ്, ഉത്തമമായ മാതൃകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. അറബികളിൽ അത്യുന്നതനായിരിക്കുമ്പോഴും അടിമകളായ മനുഷ്യരുടെ നോവുകൾ അറിഞ്ഞു. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ മതം ഈ ലോകത്ത് വ്യാപിക്കുകയും പ്രചരിക്കുകയും ചെയ്തത് എങ്ങനെയാണ്? നാം ഓരോരുത്തരും ചരിത്രം വായിച്ചു നോക്കിയാൽ അവിടെയെല്ലാം നമുക്ക് മനസ്സിലാകും, നീതിയുടെയും ന്യായത്തിൻ്റെയും പക്ഷത്തു നിന്നുകൊണ്ടാണ്, സാഹോദര്യത്തിൻ്റെയും കരുണയുടെയും വാതിൽ തുറന്നുകൊണ്ടാണ്, എല്ലാ മനുഷ്യരെയും കൂട്ടിപ്പിടിച്ചതുകൊണ്ടാണ്, നാനാജാതി മതസ്ഥരോടും കരുണയോടെ വർത്തിച്ചതുകൊണ്ടാണ്. ലോകമാസകലമുള്ള രാജ്യങ്ങളിലേക്ക് മുഴുവനും ഇസ്ലാമാകുന്ന അത്യുന്നതമായ ദർശനം എങ്ങനെ കടന്നു ചെന്നു? എല്ലാ ജനവിഭാഗങ്ങളോടും കാരുണ്യത്തിന്റെ വർത്തമാനങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഇസ്ലാം അതിൻ്റെ അധ്യാപനങ്ങളെ പറയാൻ തുടങ്ങിയപ്പോൾ, സ്നേഹമസൃണമായ പെരുമാറ്റങ്ങളിലൂടെ നമ്മുടെ മുൻഗാമികൾ അത്യുജ്വലമായ ഈ ദീനിനെ പ്രകാശിപ്പിച്ചപ്പോഴാണ് എല്ലാ ഇടങ്ങളിലും പരിശുദ്ധമായ ദീനെത്തിയത്. നമ്മുടെ രാജ്യം വ്യത്യസ്തങ്ങളായ വർഗീയമായ ജാതി വ്യവസ്ഥകളുടെ തിരിവുകളുടെ ഒക്കെയും രാജ്യമായിരുന്ന കാലത്താണ് അറേബ്യയിൽ നിന്ന് അത്യുന്നതനായ ഒരു മനുഷ്യൻ ഈ നാട്ടിലേക്ക് വരുന്നത്. പേർഷ്യക്കാരായ ആളുകൾ, ആര്യന്മാരാണ് ഞങ്ങൾ ലോകത്തെ ഏറ്റവും ഉന്നതമായ പേരിൽ ആ മനുഷ്യരോട് കൃത്യമായ വിവേചനങ്ങൾ കാണിക്കുകയും ചെയ്യുന്ന കാലത്തായിരുന്നു ഇന്ത്യ രാജ്യത്തേക്ക് വന്ന ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിലെ നാഴികക്കല്ലായി മാറിയ മഹാനരായ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു ഉത്തരദേശത്തേക്ക് ഈ മതത്തിന്റെ പ്രചരണാർത്ഥം വന്നു ചേർന്നത്. എന്തായിരുന്നു മഹാനവറുകളുടെ പ്രബോധനം? പരിശുദ്ധമായ ദീനിനെ പരിചയപ്പെടുത്തുന്ന നേരത്ത് സയ്യിദുനാ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹുവിന്റെ പ്രബോധനം നാനാജാതി മതസ്ഥരെയും ചേർത്തു നിർത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മനോഹരമായ അധ്യാപനങ്ങളെ അവതരിപ്പിക്കലായിരുന്നു. നിങ്ങൾക്ക് വിശക്കുകയാണോ? നിങ്ങൾക്ക് വേണ്ടതു തരാം. നിങ്ങൾക്ക് കണ്ണീരാണോ? കണ്ണീരൊപ്പാനുള്ളത് തരാം. നിങ്ങൾക്ക് പ്രയാസമാണോ? ആ പ്രയാസങ്ങളെ ദൂരീകരിക്കാനുള്ള വഴികൾ തുറന്നു തരാം. ഇങ്ങനെയായിരുന്നു ഇസ്ലാമിക ലോകത്തെ കഴിഞ്ഞുപോയ പ്രബോധകരുടെ മുഴുവനും ജീവിതമെന്ന് ചരിത്രത്തിന്റെ ഇന്നലകളെ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അതിൻ്റെ പിന്മുറയാണ്, അതിനെ പിൻപറ്റിക്കൊണ്ടു തന്നെയാണ് കഴിഞ്ഞ 10 വർഷക്കാലവും അൽഹംദുലില്ലാഹ് ഈ പ്രദേശങ്ങളിലെ നാനാജാതി മതസ്ഥരുടെയും കണ്ണീരൊപ്പി എല്ലാവർക്കും പ്രയാസങ്ങൾ വരുമ്പോൾ ഓടിച്ചെല്ലാൻ, വന്നു പറയാൻ ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് എത്രമേൽ സന്തോഷകരമായ കാര്യമാണ്. ഒരു നാട്ടിൽ രോഗമുണ്ടാകുന്നു, പ്രയാസങ്ങൾ ഉണ്ടാകുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഒരു പ്രിയപ്പെട്ട സഹോദരിയെ കല്യാണം ചെയ്തയക്കാനുള്ള സംഖ്യകൾ ഒത്തുകൂടാത്ത സാഹചര്യങ്ങൾ വരുന്നു. ചെന്നു പറയാൻ, അവലംബിക്കാൻ പറ്റിയ ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ആ പ്രദേശത്തിന്റെ സുഹൃതമാണ്. അൽഹംദുലില്ലാഹ് കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ നാടിന്റെ ഈ സുഹൃതത്തെയാണ് പള്ളിക്കുറ്റിയിലെ മുസ്ലിം യുവജനവേദി, മുസ്ലിം യുവജന സംഘടന അതിന്റെ ഉത്തരവാദിത്തങ്ങളിലൂടെ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ഇവിടെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം ലോകത്ത് പ്രസരിപ്പിച്ചത് തന്നെ അങ്ങനെയാണ്, പ്രചാരണം നടന്നതും അങ്ങനെയാണ്. ഇസ്ലാമിക പ്രബോധനാർത്ഥം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ചെന്ന മഹാന്മാർ ആ നാടുകളിലുള്ള ജനങ്ങളുടെ കണ്ണീരൊപ്പിക്കൊണ്ടാണ് ഞങ്ങളുടെ മതം ഇങ്ങനെയാണ്, ഇവിടെ യാതൊരു വിവേചനവും ഇല്ല എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചത്. മഹാനരായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഭരിക്കുന്ന കാലത്ത്
AD 638 ഫലസ്തീൻ മുസ്ലിങ്ങളുടെ കൈകളിലേക്ക് വരുന്നത്. അന്നത്തെ ഫലസ്തീനിന്റെ ഗവർണറായിരുന്ന, ഷാമിന്റെ ഗവർണറായിരുന്ന മഹാനരായ അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് ഒരു കത്തെഴുതി, ഖലീഫ, നിങ്ങളൊന്ന് ഞങ്ങളുടെ നാട് വരെ വരണം, ഞങ്ങളുടെ സമീപ പ്രദേശത്ത് വരെ, ഞങ്ങളുടെ നാടിന്റെ അരികത്ത് വരെ അങ്ങൊന്ന് വരണം. ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങയെ കാണാൻ ആഗ്രഹമുണ്ട്. വ്യത്യസ്തങ്ങളായ മതവിഭാഗങ്ങൾ അങ്ങയെ കാണാൻ കാത്തു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഫലസ്തീനിലേക്ക് വരണമെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതുകയാണ്. അന്നത്തെ ഫലസ്തീനിന്റെ ഗവർണറായിരുന്ന മഹാനരായ അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. ഇന്ന് ഫലസ്തീനിൽ പ്രശ്നം നടക്കുമ്പോൾ ചില ആളുകൾ വിചാരിക്കുന്നത് മുസ്ലിങ്ങളും ജൂതന്മാരും തമ്മിൽ വർഷങ്ങളായുള്ള കുടിപ്പകയുടെ ഭാഗമായിട്ടാണ് ഫലസ്തീനിലെ പാവങ്ങളായ പിഞ്ചോമന മക്കളെ ഇസ്രയേൽ എന്ന ഭീകര രാഷ്ട്രം കൊന്നുതള്ളുന്നത് എന്നാണ്. തീർച്ചയായും ആ വിചാരം തെറ്റാണ്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ കരങ്ങളിലേക്ക് ഫലസ്തീൻ വന്നു ചേരുന്നത് AD 638 ആ ചരിത്ര മുഹൂർത്തത്തെ നമ്മൾക്ക് ചരിത്രത്തിൽ നിന്ന് മനോഹരമായി വായിക്കാനുണ്ട്. മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ വരെ വരണം, ഞങ്ങളുടെ ദേശത്ത് വരെ വരണം, ഞങ്ങളുടെ രാജ്യമൊന്ന് സന്ദർശിക്കണം, മസ്ജിദുൽ അഖ്സയുടെ അരികിലേക്ക് അങ്ങൊന്ന് വരണം, അങ്ങേക്കാത്തിവിടെ ഒരുപാട് ആളുകൾ ഇരിപ്പുണ്ട് ഖലീഫ. കത്തെഴുതുകയാണ് മഹാനരായ അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിന്റെ കത്ത് മദീനയിൽ എത്തിയപ്പോ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ യാത്രയ്ക്കുള്ള ദിവസം കുറിക്കുകയാണ്. മസ്ജിദുൽ അഖ്സ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലതീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. മസ്ജിദുൽ അഖ്സ, പരിശുദ്ധമായ ഖുർആൻ അനുഗ്രഹത്തിന്റെ ഭൂമികയെന്ന് പരിചയപ്പെടുത്തിയ മസ്ജിദുൽ അഖ്സയുടെ ചാരത്തേക്ക് വിളിക്കുകയാണ്. ഖലീഫ, ഇവിടെ വരെ ഒന്ന് വരാമോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പുറപ്പെടുകയാണ്. തന്നെ കാണാൻ വ്യത്യസ്ത മതവിഭാഗങ്ങളിലുള്ള ആളുകൾ അവിടെ കാത്തിരിപ്പുണ്ടെന്നാണ്. ഈ കത്തെഴുതിയ ആളും ചില്ലറക്കാരനല്ല. അമീനുൽ ഉമ്മ സയ്യിദുനാ അബൂ ഉബൈദ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത ലഭിച്ച 10 മഹാന്മാരിൽ ഒരാൾ. സ്വർഗത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത പറഞ്ഞ 10 പേരിൽ ഒരാൾ. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم. سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صل وسلم. للخلق كلهم സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത ലഭിച്ച ആളുകളിൽപ്പെട്ടയാളാണ് അമീനുൽ ഉമ്മ സയ്യിദുനാ അബൂ ഉബൈദ. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ആണല്ലോ വിളിക്കുന്നത്. മദീനയിൽ നിന്ന് പോകാതെ നിവർത്തിയില്ല.
കാരണം അവര് ചില്ലറക്കാരനല്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രിയപ്പെട്ടയാളാണ്. അവിടുത്തെ നേതൃത്വത്തെ അംഗീകരിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ദിവസം മുതൽ പരിശുദ്ധമായ ദീനിന് തന്റെ ജീവിതത്തെ മാറ്റിവെച്ച നേതാവാണ്. അല്ലാഹുവിന്റെ റസൂലിനേറെ ഇഷ്ടപ്പെട്ടയാളാണ് സയ്യിദുനാ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് അബൂ ഉബൈദ വിളിക്കുന്നുണ്ട്, അവിടുത്തെ ഗവർണറാണ്, എനിക്ക് അവിടെ വരെ ഒന്ന് പോകണം. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് യാത്ര തിരിച്ചു. മദീനയിൽ നിന്ന് യാത്ര തിരിച്ച് തൻ്റെ കൂടെ പരിചാരകരൊന്നുമില്ല. മുന്നിലും പിന്നിലും പരിചാരകരുടെ വലിയൊരു സൈന്യത്തെയോ വലിയൊരു സംഘത്തെയോ നിയോഗിച്ചിട്ടില്ല. ആ ഒരു സംഘവുമില്ലാതെ ഒറ്റയാളായി തൻ്റെ കൂടെയുള്ള ഒരു പരിചാരകനെ മാത്രം കൂടെ കൂട്ടിക്കൊണ്ടാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുന്നത്. സമയായപ്പോ മസ്ജിദുൽ അഖ്സയുടെ ചാരത്ത് നിന്നുകൊണ്ട് മഹാനരായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങളുടെ നേതാവ് ഇപ്പൊ വരും, നിങ്ങളൊക്കെയും തയ്യാറായി നിൽക്കണം. ആളുകളൊക്കെ അറിയാൻ ആകാംക്ഷയോടെ കാത്തുനിന്നു. കാരണം ലോകത്തെ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിലെ നേതാക്കന്മാരെ അവർ കണ്ടിട്ടുണ്ട്. ലോകരാജ്യങ്ങളിലെ നേതാക്കന്മാരുടെ വരവും പോക്കും അവർ അറിഞ്ഞിട്ടുണ്ട്. എങ്ങനെയായിരിക്കും മുസ്ലിങ്ങളുടെ നേതാവ് വരിക എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി അവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അവിടെയാണ് രണ്ട് മനുഷ്യർ മരുഭൂമിയിൽ നിന്ന് നടന്നു വരുമ്പോൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു, ആ വരുന്നതാണ് ഞങ്ങളുടെ നേതാവ്, ആ വരുന്നതാണ് ഞങ്ങളുടെ നേതാവ്. ആ നേതാവിനെയാണ് നിങ്ങൾ കാണുകയും സ്വീകരിക്കുകയും ചെയ്യേണ്ടത്. അവർ ചോദിച്ചു, പരിചാരകരില്ലേ? പരിചാരകരൊന്നും ആവശ്യമില്ല, അവർ രണ്ടുപേർ മാത്രമേ ഉള്ളൂ. വന്ന ഉടനെ മഹാനരായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അവിടെ ഉണ്ടായിരുന്ന വ്യത്യസ്ത മതവിഭാഗങ്ങളിലെ ആളുകൾ സ്വീകരിച്ചു. വിവിധ മതങ്ങളുമായി കരാറുകൾ എഴുതി. എന്തുകൊണ്ടാണ്? ഫലസ്തീൻ വ്യത്യസ്തങ്ങളായ മതവിഭാഗങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഭൂമിയാണ്. അവിടെയാണ് ചർച്ച് ഓഫ് നേറ്റിവിറ്റി ഉള്ളത്. ചർച്ച് ഓഫ് നേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം, മഹാനരായ ഈസാ നബി അലൈഹിസ്സലാമിനെ, യേശു ക്രിസ്തുവിനെ അവിടുത്തെ ഉമ്മയായ മറിയം ബീവി റളിയല്ലാഹു അൻഹ പ്രസവിച്ച അടയാളമുള്ള പള്ളി, ക്രൈസ്തവ ദേവാലയമുള്ളത് ഫലസ്തീനിലാണ്. ചില ആളുകൾ പറയും ഫലസ്തീനിലെ പ്രശ്നം മുസ്ലിങ്ങളും ജൂതന്മാരും മാത്രമുള്ളതാണെന്ന്. നമ്മുടെ നാട്ടിലെ ചരിത്രത്തെയോ വസ്തുതകളെയോ അറിയാത്ത ചില വ്യക്തികൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പറയാറുണ്ട്, അവർക്കറിയില്ല ഈസാ പ്രവാചകനെ പ്രസവിച്ച പള്ളിയുള്ളത്, മറിയം ബീവി റളിയല്ലാഹു അൻഹ അത്ഭുതകരമായ ആ ജന്മത്തിന് സാക്ഷ്യം വഹിച്ച പള്ളിയുള്ളത് ഫലസ്തീനിലാണ്. അതിന്റെ പേരാണ് ചർച്ച് ഓഫ് നേറ്റിവിറ്റി. മഹാനരായ സയ്യിദുനാ ഈസാ പ്രവാചകർ അലൈഹിസ്സലാം അവിടുന്ന് ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. വമാ ഖതലൂഹു വമാ സ്വലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും. സയ്യിദുനാ ഈസാ പ്രവാചകരുടെ ദേഹത്തേക്ക് മണ്ണ് വാരിയിടാൻ പോലുമുള്ള അനുവാദം ശത്രുക്കൾക്ക് നൽകിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. എന്നാൽ ഈസാ പ്രവാചകർ ക്രൂശിക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്നാണ് ക്രൈസ്തവരായ ആളുകൾ വിശ്വസിക്കുന്നത്. മഹാനരായ ഈസാ നബി അലൈഹിസ്സലാമിനെ കുരിശിൽ തറച്ചതിനു ശേഷം അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ സ്ഥലത്തെ പള്ളിയായി ചർച്ചായി നിർമ്മിച്ച സ്ഥലം ഫലസ്തീനിലാണ്. അങ്ങനെ എത്രയോ ക്രൈസ്തവ ദേവാലയങ്ങളുടെ ഭൂമിയാണ് ഫലസ്തീൻ. ക്രിസ്ത്യാനികളായ വിശ്വാസികൾ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി സ്വീകരിക്കുന്ന എത്രയോ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഭൂമി കൂടിയാണ് ഫലസ്തീൻ. പല ആളുകൾക്കും ആ ചരിത്രം അറിയില്ല. അവിടെയാണ് ഇപ്പറഞ്ഞതുപോലെ AD 4-ാം നൂറ്റാണ്ട് മുതൽ AD 70 മുതൽ 50 മുതൽ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് 1000, 1600, 2000 വർഷങ്ങളൊക്കെ പഴക്കമുള്ള ദേവാലയങ്ങളുള്ളത്. അവിടെ ഉണ്ടായിരുന്ന പാതിരിമാരിൽ ഒരാൾ നഫ്രാസിസ് തിരുമേനി മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു കരാർ എഴുതി. ആ കരാർ എന്തായിരുന്നു? മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ മുന്നിലിരുത്തിയിട്ട് കരാർ എഴുതിയിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഈ ദേവാലയങ്ങളുടെ ഭൂമി നിങ്ങളെ ഏൽപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് പ്രയാസമില്ല. കാരണം നിങ്ങൾ നീതിമാന്മാരാണെന്ന് ഞങ്ങൾക്കറിയാം.
നിങ്ങൾ എവിടെയും അനീതി പ്രവർത്തിക്കുന്ന ആളുകളല്ലെന്ന് ഞങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട്. നിങ്ങൾക്ക് ഈ ഭൂമിയുടെ അധികാരം തരാം, പകരമൊരു വാക്ക് ഞങ്ങൾക്ക് തരാമോ ഖലീഫ? പകരം നിങ്ങളൊരു വാക്ക് ഞങ്ങൾക്ക് തരാമോ? മഹാനരായ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞോ, നീതിയാണോ എന്ന് നോക്കിയിട്ട് പരിഹാരം തരാം. നീതിയല്ലാത്ത ഒരു പരിഹാരവും ഉണ്ടാവില്ല. അവിടുന്ന് നഫ്രോസിസ് പാതിരി കരാർ എഴുതിയപ്പോ ആ കരാറിന്റെ ചില ഭാഗങ്ങൾ കണ്ടപ്പോ ഖലീഫ പറഞ്ഞു, പറ്റൂല. എന്തായിരുന്നു ആ കരാറിന്റെ ഒരു ഭാഗം? ഈ ഭൂമിയിലേക്ക് ജൂതന്മാരെ പ്രവേശിപ്പിക്കാൻ പാടില്ല. ഞങ്ങളുടെ പുണ്യസ്ഥലമായ ഇടത്തേക്ക് ജൂതന്മാരെ പ്രവേശിപ്പിക്കാൻ പാടില്ല. അവര് സർവനാശികളാണ്. അവര് കയറിയാൽ ഞങ്ങളുടെ ദേവാലയങ്ങൾ പൊളിച്ചു കളയുന്നവരാണ്. ഞങ്ങളുടെ പവിത്രമായ ഭൂമികളെ അവര് നശിപ്പിച്ചു കളയുന്നവരാണ്. ഞങ്ങൾക്കതുകൊണ്ട് ഭയമാണ് ഖലീഫ. മുസ്ലിങ്ങളുടെ കൈകളിൽ അധികാരം തരാം. ജൂതന്മാർക്ക് ഇവിടെ പ്രവേശനം അനുവദിക്കാൻ പാടുള്ളതല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ പ്രവേശനം തരാം, നിങ്ങൾക്ക് അധികാരം തരാം, ജൂതന്മാരെ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കാൻ പാടില്ല. എന്തായിരുന്നു ആ പേടിയുടെ കാരണം? മഹാനരായ ഈസാ നബി അലൈഹിസ്സലാം ജനിച്ച സ്ഥലത്തുള്ള ചർച്ച് ഓഫ് നേറ്റിവിറ്റി ഉൾപ്പെടെയുള്ള ദേവാലയങ്ങൾ പലതവണ തകർക്കാൻ ജൂതന്മാർ ശ്രമിച്ചിട്ടുണ്ട്. ഇന്നും ആ ദേവാലയത്തിലേക്ക് കയറണമെങ്കിൽ ആ ദേവാലയത്തിലേക്ക് ഒരാൾക്ക് മാത്രമേ കയറാൻ കഴിയുകയുള്ളൂ, പ്രവേശിക്കാൻ കഴിയുള്ളൂ. കാരണം എന്താണ്? സംഘടിതമായ ഒരു കൂട്ടം ആളുകൾ വന്നതിനെ ആക്രമിച്ച് നശിപ്പിക്കാതിരിക്കാൻ, സംഘടിതമായ ഒരു കൂട്ടം ആളുകൾ വന്നതിലേക്ക് കയറിയിട്ട് ആ പവിത്രമായ ഭൂമിയെ ഇല്ലായ്മ ചെയ്യാതിരിക്കാൻ ഒരാൾക്ക് മാത്രമേ ഇന്നും ആ ലക്ഷക്കണക്കിന് വിസ്തീർണമുള്ള, ചതുരശ്ര വിസ്തീർണമുള്ള ദേവാലയമാണ്, ഒരാൾക്കാണ് അതിലേക്ക് പ്രവേശനമുള്ളത്. ആ ദേവാലയത്തിലേക്ക് വന്ന് ഞങ്ങളുടെ ദേവാലയങ്ങൾ നശിപ്പിച്ചു കളയുമോ എന്ന ഭയമുള്ളത് കൊണ്ട് ഉമർ ബിൻ ഖത്താബ് തങ്ങളെ നിങ്ങൾ ജൂതന്മാരെ പ്രവേശിപ്പിക്കാൻ പാടില്ല. അവിടെ ഒരു ചരിത്രപരമായ മറുപടിയുണ്ട്. ഈ കരാർ ഇന്നും ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്ത് മസ്ജിദ് ഉമറിന്റെ അരികിൽ എഴുതി തൂക്കിയിട്ടുണ്ട്. ചരിത്രത്തിൽ വായിക്കാൻ കിട്ടുന്ന രേഖകളിൽ ലഭ്യമായിട്ടുണ്ട്. മഹാനരായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിങ്ങളുടെ ഈ ഉപാധി അംഗീകരിക്കാൻ എനിക്ക് പറ്റൂല. കാരണം ഞാൻ നീതി പഠിച്ച, ന്യായം പഠിച്ച ഇടം വേറെയാണ്. നിങ്ങൾ ഈ പറയുന്നത് ന്യായമല്ല. അധികാരം കിട്ടുമ്പോഴേക്ക് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ആരാധനകളെ, ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ നാമങ്ങളെ, അടയാളങ്ങളെ, ചിഹ്നങ്ങളെ, അവരുമായി ബന്ധപ്പെട്ട ഏതൊന്നിനെയും ഇല്ലായ്മ ചെയ്യാനുള്ള അനുമതിയൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല. എനിക്ക് കിട്ടിയ ദീനിന്റെ എല്ലാ ഉറവിടവും ചെന്നവസാനിക്കുന്നത് എല്ലാ മനുഷ്യരോടും ജീവജാലങ്ങളോടും സ്നേഹം മാത്രം കാഴ്ചവെച്ച് കടന്നുപോയ കാരുണ്യത്തിന്റെ മഹാപ്രപഞ്ചമേ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നാണ്. ആ നേതാവിൽ നിന്ന് ഞാൻ പഠിച്ച പാഠങ്ങളെ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഇവിടെ ഡിസ്ക്രിമിനേഷൻ ഇല്ല. ജൂതന്മാർക്ക് ഇവിടെ വരാം, ഫലസ്തീനിൽ വരാം, ജെറുസലേമിൽ വരാം, അവർക്ക് ആരാധനകൾ നിർവഹിക്കാം. എന്നാൽ നിങ്ങൾക്ക് ഞാനൊരു ഉറപ്പ് തരാം, ഒരു ജൂതനോ ക്രിസ്ത്യാനികളുടെ ദേവാലയങ്ങളെ ആക്രമിക്കുകയില്ല, അതിനുള്ള അവസരമുണ്ടാവുകയില്ല. എന്റെ സൈന്യം അതിന് കാവൽ നിന്നോളാം. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നിങ്ങളുടെ ദേവാലയങ്ങളെ കുറിച്ചാണോ നിങ്ങൾക്ക് ഭയമുള്ളത്? എന്റെ സൈന്യത്തെ ഞാൻ അതിന് പാറാവ് നിർത്തിക്കോളാം, അവരതിനെ നോക്കിക്കോളും. സെക്യൂരിറ്റി ഗാർഡുകളായിട്ട് അവരവിടെ ഉണ്ടാവും. നിങ്ങൾ വിഷമിക്കേണ്ടതില്ല.
നിങ്ങളുടെ ദേവാലയങ്ങൾക്കൊന്നും സംഭവിക്കില്ല. എന്നാലോ ജൂതന്മാർക്ക് ഇവിടെ വരണമെന്ന് തോന്നിയാൽ അവർക്ക് വരാം, അവർക്ക് പ്രാർത്ഥിക്കാം, അവർക്ക് ഈ ഭൂമിയിലേക്ക് വരാം. അവരുടെ മതവിശ്വാസത്തിന്റെ ഭാഗം കൂടിയായുള്ള ഈ ഭൂമിയിൽ എന്തു വേണമെങ്കിലും ചെയ്തിട്ട് അവർക്ക് മടങ്ങാം. ഞാൻ അവരെ തടയുകയുമില്ല, ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവുകയില്ല. കാരണം ഞാൻ മതം പഠിച്ചത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചരിത്രത്തിൽ ജൂതന്മാരോട് നീതി ചെയ്തത് മുസ്ലിങ്ങളാണ്. AD 638 അവരാ ഭൂമിയുടെ നാനാഭാഗങ്ങളിലും വന്നു നിന്ന് കരഞ്ഞുകൊണ്ട് തിരിച്ചു പോകുന്ന കാലത്ത്, ക്രൈസ്തവർ അവരെ വിവിധങ്ങളായ നാടുകളിൽ നിന്ന് ആട്ടിയോടിക്കുന്ന കാലത്ത്, ലോകരാജ്യങ്ങൾ അവരെ ശകുനങ്ങളായി കണ്ടിരുന്ന കാലത്ത് അവർക്ക് ആരാധനാ സ്വാതന്ത്ര്യം അനുവദിച്ചു നൽകിയത് മുസ്ലിങ്ങളാണ്, മുസ്ലിം ഭരണാധികാരികളാണ്. ചരിത്രത്തിൽ ജൂതന്മാരെ നരനായാട്ട് നടത്തിയതൊന്നും മുസ്ലിങ്ങളല്ല. ജൂതന്മാരായ ആളുകളെ പലതവണ ലോക ചരിത്രത്തിൽ കൊന്നു തള്ളിയിട്ടുണ്ട്. AD 70 അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സോളമൻ ടെമ്പിൾ തകർത്ത് കളഞ്ഞ ടൈസൺ സീസർ എന്ന് പറയുന്ന ഭരണാധികാരിയുണ്ട്. അയാൾ മുസ്ലിം അല്ല. അവരുടെ ഏറ്റവും വലിയ ദേവാലയങ്ങളിൽ ഒന്നാണ് സോളമൻ ടെമ്പിൾ. ആ സോളമൻ ടെമ്പിൾ തകർത്തു കളഞ്ഞ ഭരണാധികാരി മുസ്ലിം അല്ല. ടൈറ്റസ് സീസർ എന്നാണ് അയാളുടെ പേര്. പേര് കേട്ടാൽ തന്നെ അറിയാം മുസ്ലിമാണോ ആണോ അല്ലേ. ഇപ്പൊ മുസ്ലിങ്ങളെ പേര് കേട്ടാലും ചിലപ്പോൾ അറിയൂല, നെറ്റിലൊക്കെ തപ്പിയിട്ട് പുതിയ പേരിടുന്ന കാലാണ്. AD 70 അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമായ സോളമൻ ടെമ്പിൾ തകർത്ത് കളഞ്ഞ ടൈറ്റസ് സീസർ മുസ്ലിമല്ല. AD 138 4 ലക്ഷത്തോളം ജൂതന്മാരെ കൊന്നുകളഞ്ഞ ഹഡ്രിയാൻ മുസ്ലിമല്ല. എന്തിലേറെ ലോക ചരിത്രത്തിൽ 65 ലക്ഷം ജൂതന്മാരെ കൊന്നുകളഞ്ഞ അഡോൾഫ് ഹിറ്റ്ലറും മുസ്ലിമല്ല. ലക്ഷക്കണക്കിന് ജൂതന്മാരെ അടിച്ചോടിച്ച ഫ്രാൻസുകാരനായ നെപ്പോളിയൻ മുസ്ലിമല്ല. ലക്ഷക്കണക്കിന് ജൂതന്മാരെ അടിച്ചോടിച്ച സ്പെയിൻകാർ മുസ്ലിമല്ല. അന്ന് പോർച്ചുഗൽ ഭരിച്ചിരുന്നത് മുസ്ലിങ്ങളല്ല. ചരിത്രത്തിൽ മുസ്ലിങ്ങൾ എവിടെയെങ്കിലും ജൂത സമൂഹത്തോട് നീതികേട് കാണിച്ച, ന്യായമല്ലായ്മ കാണിച്ച ഒരു ചരിത്രത്തെയും എവിടെയും നമുക്ക് വായിക്കാൻ പറ്റില്ല. മുസ്ലിങ്ങളും ജൂതന്മാരും തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നവും കേട്ടോ, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ എന്തായിരുന്നു വിഷയം? ഇന്നിപ്പോ ഫലസ്തീൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിഷയങ്ങൾ പറയും, മുദ്രാവാക്യം വിളിക്കും, പക്ഷെ പലപ്പോഴും നമുക്ക് ചരിത്രം എന്താണെന്ന് അറിയില്ല. ഇന്ന് നമ്മൾ ഈ കാണുന്ന ചരിത്രങ്ങൾ ആരംഭിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കുടിപ്പകയുടെയൊന്നും പിന്നാലെയുള്ള ഏതെങ്കിലും മിത്തുകളുടെയോ കുടിപ്പകയുടെയോ പിന്നാലെ വന്ന കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല. ജൂതന്മാരായ ആളുകൾ, അവർക്ക് ലോകത്ത് പല രാജ്യങ്ങളിലും അവരെ കാണുന്നത് തന്നെ ദുശകുനമായിരുന്നു. നിങ്ങളിൽ പല ആളുകളും വായിച്ചിട്ടുണ്ടാവും, ഷേക്സ്പിയറിന്റെ ദ മർച്ചന്റ് ഓഫ് വെനീസ് എന്ന് പറഞ്ഞിട്ട് ഒരു കൃതിയുണ്ട്. പല ആളുകളും വായിച്ചിട്ടുള്ള ആളുകളുണ്ടാവും. മർച്ചന്റ് ഓഫ് വെനീസ് ഷേക്സ്പിയർ എഴുതുമ്പോ അതിലെ വില്ലൻ, പ്രധാന വില്ലൻ കഥാപാത്രത്തിന്റെ പേരാണ് ഷൈലോക്ക്. അയാളോ ആർത്തിമൂത്ത, അത്യാഗ്രഹിയായ, കൊള്ളപ്പലിശക്കാരനായ, മനുഷ്യത്വമേതുമില്ലാത്ത ഒരാൾ. അയാൾ ജൂതനാണ് എന്നാണ് ഷേക്സ്പിയർ എഴുതിയത്. അവസാനം പൈസ തിരിച്ചു കൊടുക്കാനില്ലാതെ വരുമ്പോ ശരീരത്തിൽ നിന്ന് ഒരു റാത്തൽ ഇറച്ചി അറുത്തെടുത്തു തരൂ എന്ന് പറയുന്ന കണ്ണിൽ ചോരയില്ലാത്ത ആ മനുഷ്യൻ, അയാൾ ജൂതനാണ്. ഇതുപോലെ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ വ്യത്യസ്തങ്ങളായ പുസ്തകങ്ങളിലെ വില്ലന്മാരൊക്കെയും ജൂതന്മാരാണ്. ജൂതന്മാരെ കാണുന്നത് തന്നെ ശകുനമാണ്. ജൂതന്മാർ പ്ലേഗ് രോഗം പടർത്തുന്നവരാണ് എന്ന് തുടങ്ങിയിട്ട് ജൂതന്മാർക്കെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ലോകത്തിന്റെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് അവരെ ആട്ടിയോടിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്തു. ബാക്കിയുണ്ടായിരുന്ന കുറഞ്ഞ ആളുകൾക്ക് താമസിക്കാൻ ഒരു സ്ഥലം വേണം. അവരാദ്യം കരുതിയത് ഞങ്ങൾക്ക് അമേരിക്കയിൽ പോയാൽ താമസിക്കാൻ ഒരു സ്ഥലം ഉണ്ടാവുന്നതാണ്. പക്ഷെ അത് സാധിച്ചില്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി താമസിക്കാൻ ഒരിടം കിട്ടുമോ എന്ന് ജൂതന്മാർ അന്വേഷിച്ചു. ഫലസ്തീനിൽ വരുന്നതിന് മുമ്പ് അമേരിക്കയിൽ പറ്റുമോ, മഡ്ഗാസ്കറിൽ പറ്റുമോ, കെനിയയിൽ പറ്റുമോ, ജപ്പാനിൽ പറ്റുമോ, ഞാൻ വിശാലമായി പറയുന്നില്ല. പല സ്ഥലങ്ങളിലും താമസിക്കാനുള്ള സ്ഥലം കിട്ടുമോ എന്ന് അന്വേഷിച്ചു. എവിടെയും സ്ഥലം കിട്ടാതെ വരുന്ന സമയത്താണ് ബ്രിട്ടൻ ഒന്നാം ലോക മഹായുദ്ധകാലത്ത് തങ്ങളെ എല്ലാ നിലയിലും സഹായിക്കുന്ന ജൂത കുടുംബങ്ങൾക്ക് ഒരു കത്തെഴുതി നൽകുന്നത്. നിങ്ങളുടെ സഹായവും സഹകരണവും ചാരപ്പണിയും സാമ്പത്തിക സഹായവും ഒക്കെ ഞങ്ങൾക്ക് തന്നാൽ നിങ്ങളെ നിങ്ങൾ പറയുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി താമസിപ്പിക്കാം. 1881 ഒന്നാമത്തെ ജൂത കുടിയേറ്റം നടക്കുന്നത്. 1897 ലോക സിയോണിസ്റ്റ് സമ്മേളനം നടക്കുന്നത്.
എന്നാൽ അതിന്റെ എല്ലാം ഒടുവിൽ 1948 മെയ് 14 ഇസ്രയേൽ എന്ന ലോകം കണ്ട ഏറ്റവും ഭീകര രാജ്യങ്ങളിൽ ഒന്നായ ഇസ്രയേൽ എന്ന രാഷ്ട്രം രൂപപ്പെടുന്നത്. എങ്ങനെയാണ് ആ രാജ്യം രൂപപ്പെടുന്നത്? ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്ത് അന്ന് 11 ലക്ഷം അറബികളുണ്ട്. അവരുടെ ഇടയിലേക്ക് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ജൂതന്മാരെ കൊണ്ടുവന്ന് അവരുടെ ഇടയിൽ താമസിപ്പിച്ചു. ഏതുപോലെ? നിങ്ങളൊരു വീട്ടിൽ താമസിക്കുന്നു. ആ താമസിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങളുടെ വാർഡ് മെമ്പർ കുറച്ച് കായിക ശക്തിയൊക്കെ ഉള്ള ആളാണെന്ന് വിചാരിച്ചു നോക്കൂ. അയാൾക്ക് നല്ല ഫിസിക്കലായി അയാളെ കണ്ടാൽ ആരും ഒന്ന് പേടിക്കും. അങ്ങനെയുള്ള ഒരാള് വേറെ കുറച്ച് ആളുകളെ കൊണ്ടുവന്നിട്ട് ഇവരെ കൂടി നിങ്ങളെ വീട്ടിൻ്റെ ഒരു റൂമിൽ താമസിപ്പിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ താമസിപ്പിക്കുന്നു. നിങ്ങൾ സന്തോഷത്തോടെ താമസിക്കുന്ന വീടിൻ്റെ ഒരു മുറിയിൽ പുറത്തുനിന്ന് തൻ്റെ കയ്യൂക്ക് കൊണ്ട് ഒരാൾ മറ്റു കുറച്ച് ആളുകളെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നു. ആദ്യം അവർ കുറച്ച് സ്ഥലത്ത് താമസിച്ചു. രാവിലെ എഴുന്നേറ്റപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ മുറി മാത്രം പോരാ, ഈ ഹാളും കൂടി വേണം, നിങ്ങൾ അതുകൊണ്ട് അങ്ങോട്ട് മാറി നിൽക്കണം. 3-ാം ദിവസം പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ഹാള് മാത്രം പോരാ, ഞങ്ങൾക്ക് ഈ അടുക്കള കൂടി തരണം. അങ്ങനെ പറഞ്ഞിട്ട് അവസാനം വീടിന്റെ എല്ലാ ഭാഗങ്ങളും അവർ സ്വന്തമാക്കുന്നു. അതിന് അനീതി എന്നല്ലേ പ്രത്യക്ഷത്തിൽ നമുക്ക് പറയാൻ കഴിയാം. അല്ലാത്ത ഏത് വാക്കുകൊണ്ടാണ് അതിനെ വിശേഷിപ്പിക്കാം? 948 ജൂതന്മാരെ കൊണ്ടുവന്ന് 11 ലക്ഷം അറബികൾ ഇരിക്കുന്നതിന്റെ നടുക്ക്, അവർ താമസിക്കുന്നതിന്റെ നടുക്ക് താമസിപ്പിച്ച് അവർക്ക് ചുറ്റും തോക്കുമേന്തി കാവൽ നിന്നിട്ട് അവർക്ക് വേണ്ട ആയുധങ്ങൾ നൽകി അവിടെ താമസിച്ച അറബികളെ ആട്ടിയോടിച്ച് അഭയാർത്ഥികളാക്കി മാറ്റിയ ചരിത്രത്തെയാണ് ഇസ്രയേൽ എന്ന രാജ്യത്തിന്റെ സ്ഥാപനത്തിൽ നിന്ന് നമ്മൾക്ക് വായിക്കാൻ പറ്റുക. 1948 മെയ് 14 മുതൽ തുടങ്ങിയ അശാന്തിയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ സംസാരിക്കുമ്പോൾ യുണിസെഫിന്റെ ഒരു കണക്കുണ്ട്, ഓരോ 10 മിനിറ്റിലും ഗസയിൽ ഒരു കുഞ്ഞു കൊല്ലപ്പെടുന്നു. അല്ലാഹു തആല അവർക്ക് സമാധാനം നൽകുമാറാകട്ടെ. മുസ്ലിം സമൂഹം ഈ ചരിത്രമൊക്കെ പഠിക്കണം. നമുക്ക് ഫലസ്തീൻ എന്ന് കേൾക്കാം, ഇസ്രയേൽ എന്ന് കേൾക്കാറുണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങൾ എന്ന് എവിടെ നിന്ന് തുടങ്ങി എന്ന് നമുക്കറിയില്ല. നമ്മൾ വിചാരിക്കുന്നത് എന്തോ മുമ്പേ തുടങ്ങിയ പ്രശ്നമാണെന്നാണ്. തീർച്ചയായും തെറ്റാണ്. 100% അവരുടേതായ ഭൂമിയിലേക്ക് പുറത്തുനിന്ന് വന്ന ഒരു കൂട്ടം ആളുകൾ കാണിക്കുന്ന മറ്റേതൊക്കെയോ രാജ്യങ്ങളുടെ പിൻബലത്തോടെ നടത്തുന്ന ഭീകരാക്രമം തന്നെയാണ് അവിടെ നടക്കുന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ ഈ ഫലസ്തീൻ പ്രശ്നമൊക്കെ വരുമ്പോൾ ചില ആളുകൾ അനുകൂലിക്കുകയും യോജിക്കുകയൊക്കെ ചെയ്യുന്നില്ലല്ലോ എന്ന് ചിലപ്പോൾ ആളുകൾക്ക് നമുക്കൊക്കെ പരാതി ഉണ്ടാവും. അല്ല ഉസ്താദെ, നമ്മുടെ നാട്ടില് പല ആളുകളും ഇസ്രയേലിനെയാണല്ലോ പിന്തുണയ്ക്കുന്നത്. നമ്മൾ അതിലൊറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ്. തങ്ങളുടെ മണ്ണ് വെട്ടിപ്പിടിക്കാൻ വന്നൊരു സമൂഹത്തിന് നേരെ നടത്തുന്ന സ്വാതന്ത്ര്യ സമരമാണ് ഫലസ്തീനികൾ നടത്തുന്നത്. സ്വന്തം സ്വാതന്ത്ര്യ സമരം, സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്തവർക്കും അതിൽ പങ്കുചേരാത്തവർക്കും മറ്റൊരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ അതിന്റെ പോരാളികൾക്കൊപ്പം നിൽക്കാനാകുമെന്ന് ചരിത്രമറിയുന്ന ഒരാൾക്കെങ്കിലും, ചരിത്രം വായിച്ചു പഠിച്ച ഒരാൾക്കെങ്കിലും അത്തരം ഒരാശയത്തോട് യോജിക്കാൻ സാധ്യമാണോ? നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലോ പോരാട്ടത്തിലോ ഇല്ലാത്ത ആളുകൾ വേറെ ഏതോ ഒരു രാജ്യത്ത് നടക്കുന്ന സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അവിടുത്തെ പോരാളികളുടെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അവരെ ഇസ്രായേലിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവുള്ളൂ. കാരണം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വാതന്ത്ര്യ സമരമാണ്. ഈ പ്രശ്നങ്ങളുടെ ഒക്കെയും കാരണം ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാരെന്ന് പറഞ്ഞാൽ ഇന്ന് ഇസ്രായേലിനെ അനുകൂലിക്കുന്ന പല ആളുകളുടെയും പഴയ മുതലാളിമാർ കൂടിയാണ്. അതുകൊണ്ട് അതിനെ ആ വഴിക്ക് കണ്ടാൽ മതി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചരിത്രം കൃത്യമായി നമ്മൾ പഠിക്കുകയും വായിക്കുകയും ചെയ്യുക. ഇസ്രായേലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയെ പരിശുദ്ധമായ ഖുർആനിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ അനുഗ്രഹീതമായ ഭൂമിയായി അവതരിപ്പിച്ചു. ആ ഫലസ്തീനിലേക്ക് കടന്നു വന്ന് അവരുടെ അവകാശങ്ങളെ മുഴുവനും പിടിച്ചെടുത്ത ഒരു കൂട്ടം ആളുകൾ. ഞാൻ ആദ്യം ചൊല്ലിവെച്ചത് മഹ്മൂദ് ദർവീഷിന്റെ ഒരു കവിതയാണ്, നമ്മുടെ മലയാളം കവിതയല്ല. മഹ്മൂദ് ദർവീഷ് എന്ന് പറഞ്ഞയാൾ ഫലസ്തീനിലെ കവിയാണ്. അദ്ദേഹം പറഞ്ഞതാണ്, അദ്ദേഹത്തിന്റെ കവിതയാണ്. ആ കവിതയുടെ ചില വരികളാണ് ഞാൻ എൻ്റെ പ്രസംഗത്തിന്റെ ആമുഖത്തിൽ പാടിവെച്ചത്, പറഞ്ഞു വെച്ചത്. അവർക്കുള്ളതൊക്കെയും കൈക്കലാക്കി, എന്നിട്ട് ദൂരേക്ക് ദൂരേക്ക് തള്ളി മാറ്റി, എന്നിട്ട് അവരെ വിളിച്ചു, നിങ്ങളാണ് അഭയാർത്ഥികൾ. അതായത് മനുഷ്യന്റെ ചെറിയും വൃത്തികെട്ട സമീപനമുള്ള മറ്റൊരു രാജ്യമില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇസ്ലാം എപ്പോഴും ജൂതന്മാരോട് നല്ല നിലയിലേ പെരുമാറിയിട്ടുള്ളൂ.
ഇസ്ലാം എപ്പോഴും നല്ല രീതിയിലേ പെരുമാറിയിട്ടുള്ളൂ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ് അതിന് തെളിവ്. മഹാനവറുകളോട് പാതിരിമാർ പറഞ്ഞു, ജൂതന്മാരെ പ്രവേശിപ്പിക്കാൻ പാടില്ല. മഹാനവറുകൾ പറഞ്ഞു, ആ വർത്തമാനത്തെ അനുവദിച്ചു തരൂല. നിങ്ങൾ ഈ പറയുന്ന ആശയം, നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആവശ്യം എനിക്ക് നിങ്ങൾക്ക് സാധിച്ചു തരാൻ സാധ്യമല്ല. ഇവിടേക്ക് അവര് വന്നോട്ടെ, അവര് പ്രാർത്ഥിച്ചോട്ടെ, പ്രശ്നമല്ല. നിങ്ങളുടെ ദേവാലയങ്ങൾക്ക് ഞാൻ കാവൽ തരാം. ഇസ്ലാം അങ്ങനെയാണല്ലോ, എല്ലായ്പ്പോഴും നീതിയുടെ മതമാണ്, ന്യായത്തിൻ്റെ മതമാണ്, സമാധാനത്തിൻ്റെ ദർശനമാണ്. അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം വഇലൈക യർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ദാറസ്സലാം. പ്രാർത്ഥനകളോടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മനോഹരമായ സമാധാനത്തിൻ്റെ വർത്തമാനങ്ങളും സമാധാനത്തിൻ്റെ വർത്തമാനങ്ങളുടെ ശ്രേഷ്ഠമായ വിലാസങ്ങളും ലോകത്ത് അവതരിപ്പിച്ച മാർഗമാണ് പരിശുദ്ധ ഇസ്ലാം. ഇസ്ലാമിൻ്റെ ശൈലിയും അങ്ങനെയാണ്. മഹാനരായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് അങ്ങേക്കറിയുമോ നബിയേ? എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് അങ്ങേക്കറിയുമോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ വർത്തമാനമാണ്, എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അങ്ങയുടെ ചാരത്തിരിക്കലാണ്, അങ്ങയെ കാണലാണ്, അറിയലാണ്. പക്ഷേ ഇപ്പൊ എൻ്റെ കൽബിൽ ഒരു വല്ലാത്ത സങ്കടമുണ്ട്, വല്ലാത്ത പ്രയാസമുണ്ട്. അതിനൊരു പരിഹാരം തരുമോ? ദുനിയാവിൽ നിന്നങ്ങ് മറഞ്ഞാൽ, ദുനിയാവ് വിട്ട് ഞാനും തങ്ങളും മറഞ്ഞുപോയാൽ, നാളെ പരലോകത്ത് നമ്മളൊരു ജീവിതം ആരംഭിക്കുമല്ലോ. ആ ജീവിതം ആരംഭിക്കുന്ന സമയത്ത് അങ്ങയെ കാണാതെയായി പോകുമോ? ഞാനൊരു പാവമാണല്ലോ തങ്ങളെ, അങ്ങ് വലിയ അമ്പിയാക്കളുടെ നേതാവാണല്ലോ, സയ്യിദുൽ അംബിയാ. മഹാനരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അവിടെ വെച്ച് അങ്ങയെ എനിക്ക് കാണാൻ കഴിയുമോ? അങ്ങയുടെ ചാരത്ത് ഞാൻ ഉണ്ടാകുമോ? ചോദ്യം കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കതാ പ്രയാസം മനസ്സിലായി. കാരണം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിഴല് പോലെ കൂടെയുള്ളയാളാണ്, സ്വർഗത്തിലെത്തിയാലും കൂടെയുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നയാളാണ്.